കോഴിക്കോട് സൗത്തിലെ വോട്ടർമാർ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലിനോട് കണക്ക് ചോദിക്കാൻ കാത്തിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ആണ് ഇക്കാര്യം പറഞ്ഞത്. മുൻ മന്ത്രി കൂടിയായിരുന്നിട്ടും അഹമ്മദ് ദേവർകോവിൽ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയില്ല. MK മുനീറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചക്കാരനാണ് താനെന്നും കോഴിക്കോട് തനിക്ക് അപരിചിതമായ നാടല്ല എന്നും ഫൈസൽ ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് സൗത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പ്രചരണ രംഗത്തിന്റെ മിഠായി തെരുവിലാണല്ലേ? താനൂർ കൽപ്പകഞ്ചേരിക്കാരനാണ്. അപ്രതീക്ഷിതമായാണോ അവിടെ എത്തിയത്? പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ UDF നേതൃത്വം പറഞ്ഞതനുസരിച്ച് കോഴിക്കോടിൻ്റെ പ്രതിനിധിയാകാൻ, ഈ നഗരത്തിൻ്റെ മുഖഛായ മാറ്റുന്ന പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കാൻ UDF പറഞ്ഞിരിക്കുകയാണ്. വളരെ വലിയ അഭിമാനത്തോടു കൂടി നമ്മളത് ഏറ്റെടുത്തിരിക്കുന്നു. ഒരേ സമയം അതൊരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്, അതേസമയം അതൊരു സൗഭാഗ്യമാണ്. കോഴിക്കോടിന്റെ പുതിയ പ്ലേറ്റ് സ്വീകരിച്ചു. 100 വട്ടം അവർ സ്വീകരിച്ച് നിൽക്കുന്നതാ എല്ലാവരും. SM സ്ട്രീറ്റിൽ മിഠായിത്തെരുവിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുക, ഇതിലൂടെ ഒന്നിങ്ങനെ നടക്കുക, ഒരു കാറ്റുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ അനുഭവമാണ്. അതൊരു വശത്ത്. മറുവശത്ത് ഏതു സമയം തീപിടിക്കാൻ ഒരു കനൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചുട്ടുചാമ്പലാവും. ഇവിടെ ഇരിക്കുന്ന ഭരണകൂടം, നിലവിലുള്ള MLA ഒക്കെ ചെയ്ത ഏറ്റവും വലിയ അനാസ്ഥ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു തീ പടർന്നു കഴിഞ്ഞാൽ അത് അണക്കാനുള്ള, ഞൊടിയിടയിൽ അണക്കാനുള്ള ഒരു ഫയർഫോഴ്സ് സംവിധാനം ഇവിടെയില്ല. അതുകൊണ്ട് എന്ത് തീ പിടിച്ചാലും എമർജൻസി സന്നാഹത്തോടു കൂടി അത് അണക്കാനുള്ളൊരു സംവിധാനം സൗത്തിൻ്റെ പ്രതിനിധിയായി ഇവിടുത്തെ ജനം എന്നെ തിരഞ്ഞെടുത്താൽ പ്രഥമ പരിഗണനയോടുകൂടി നമ്മളത് കൊണ്ടുവരുമെന്നുള്ള വാഗ്ദാനമാണ്. അദ്ദേഹം മുൻ മന്ത്രിയാണ്, വലിയ ക്ലീൻ ഇമേജിലൊക്കെ ആളാണ്. അതാണ് എതിരാളി അഹമ്മദ് ദേവർകോവിൽ. അദ്ദേഹം എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ക്ലീൻ ഇമേജ് എന്ന് പറയുമ്പോൾ തമാശയാണ്. ക്ലീൻ ഇമേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തമാശയായിട്ടാണ് വരുന്നത്. കാര്യം എപ്പോഴാണ് ഈ ഇമേജ് ക്ലീൻ ആവുന്നു കേടാവുന്നു? വല്ലതും ചെയ്യുമ്പോഴല്ലേ. ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലീൻ ഇമേജ് അല്ലേ. നിങ്ങൾക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പോർട്ട് ബംഗ്ലാവ് കാണാം. പോർട്ട് വകുപ്പിൻ്റെ, തുറമുഖ വകുപ്പിൻ്റെ മന്ത്രിയായ മന്ത്രിക്ക് ആ പോർട്ട് ബംഗ്ലാവിൽ ഒരു പെയിൻ്റ് അടിക്കാൻ, അവിടുത്തെ പുല്ല് പറിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ കോഴിക്കോടിൻ്റെ നഗ്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവിടെ വലിയ ലെജൻഡറി ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. KP ഉണ്ണികൃഷ്ണൻ്റെ മണ്ണാണിത്, CH മുഹമ്മദ് കോയയുടെ തട്ടകമാണിത്, PM-ൻ്റെ തട്ടകമാണിത്, മാധവക്കുറുപ്പിൻ്റെ തട്ടകമാണിത്. അങ്ങനെ മഹാരഥന്മാരായ ലീഡർഷിപ്പ് TPM സാഹിർക്ക ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ജനറേഷനിൽ വന്നത് ഡോക്ടർ MK മുനീർ സാഹിബാണ്. മുനീർ സാഹിബ് വളരെ വിഷണറി ആയിട്ട് ഈ നഗരത്തെ രൂപകൽപ്പന ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് മുനീർക്ക് വിഷൻ ചെയ്ത കോഴിക്കോടിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു. കോഴിക്കോടിന്റെ ഹൃദയമായ മിഠായി തെരുവിൽ അദ്ദേഹത്തിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ്. ജോൺ ടി. കൊപ്പം, മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.